സൂപ്പർ പ്രൈമിൻ്റെയും അവസാന ഘട്ടത്തിലേക്ക് സമയപരിമിതിയുള്ളതുകൊണ്ട് അതിഥികൾ ചുരുക്കം വാക്കുകൾ മറുപടി പറയണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ആദ്യം ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഈ രൂപത്തിൽ വിദ്യാഭ്യാസ കച്ചവടക്കാരനെന്ന് നിങ്ങൾക്ക് വിവക്ഷിക്കാവുന്ന ശ്രേണിയിൽപ്പെട്ടൊരു വ്യക്തി, കായൽ കയ്യേറ്റക്കാരനെന്ന് പറയാവുന്നയാൾ, സർക്കാർ ഭൂമി നിയമം ലംഘിച്ച് സ്വകാര്യ സ്വത്താക്കി വെച്ച് അനുഭവിക്കുന്ന വ്യക്തി, ഇങ്ങനെയൊക്കെയുള്ള ഒരാളെ ആണോ നിങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ മന്ത്രി എന്ന നിലയിൽ ഈ മന്ത്രിസഭയിൽ ഉൾക്കൊള്ളാൻ പോകുന്നത്? അങ്ങനെയെങ്കിൽ ഇതൊക്കെ നിയമപരമായി പരിശോധിച്ച് നമുക്ക് അതിൻ്റെ പൂർത്തീകരണത്തിനു ശേഷം തോമസ് ചാണ്ടിയുടെ യോഗ്യത ഉറപ്പിക്കുന്നതല്ലേ ശരി, ജനാധിപത്യത്തോട് കാട്ടുന്ന ശരി? അല്ല, ഇത് ഒരു അടിയന്തര സാഹചര്യത്തിൽ വന്നിരിക്കുന്ന ഒരു പ്രശ്നത്തെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഭൂതകാലവും അദ്ദേഹത്തിൻ്റെ കോർപ്പറേറ്റ് വൽക്കരണമൊക്കെ ബന്ധപ്പെട്ട് ഇപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ കേരള സമൂഹത്തിന് ഇതൊക്കെ അറിയാം. കുട്ടനാടെന്ന് പറഞ്ഞാൽ സംഘടിത ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും പുരോഗമന പ്രസ്ഥാനങ്ങളും ശുദ്ധ ഇടതുപക്ഷവാദികളും പ്യൂരിറ്റൻവാദികളും ഒക്കെയുള്ള ഒരു സമൂഹത്തിലുള്ളൊരു പ്രദേശമാണ്. ഒരു കേരളം പോലുള്ള സമൂഹത്തിലുള്ള ഇപ്പോൾ ഈ പിയേഴ്സിനൊക്കെ ഉള്ളൊരു സമൂഹത്തിലാണ്. അപ്പോൾ ഇവിടെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളൊക്കെ നിയമപരമായ നടപടിക്കോ അതിൻ്റെതായ പരിഹാരത്തിനോ ആവശ്യമായിട്ടുള്ള നീക്കങ്ങളാണ് അവർ നടത്തേണ്ടത്. അല്ലാതെ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഈ വിഷയങ്ങളൊക്കെ ഉന്നയിച്ചിട്ട് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കേന്ദ്രതന്ത്രം എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു ട്രാൻസ്പോർട്ട് മന്ത്രിയുടെ പ്രശ്നമാണ് എന്ന രീതിയിലേക്ക് ഈ ചർച്ച ചുരുക്കാൻ പാടില്ല. ഞാൻ കൃത്യമായി പറയുന്നു, ആര് മന്ത്രിയാവുന്നു എന്നുള്ളതല്ല, സർക്കാരിന്റെ നയം തന്നെയാണ് പ്രശ്നം. ഇപ്പോൾ വിശാലമായി വിലയിരുത്തലിൽ തടിയൂരിക്കൊണ്ടുപോവുകയാണ് തോമസ് ചാണ്ടി എന്നതാണ് താങ്കളുടെ പ്രതികരണത്തോടുള്ള അതിന്റെ പരിമിതി എന്ന നിലയിലുള്ള വിമർശനം. ഞാൻ ഇടപെടുകയാണ്. ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, തീവ്രമായ രാഷ്ട്രീയ നിലപാടോടെ താങ്കളുടെ യൗവനകാലത്ത് സഞ്ചരിച്ചിട്ടുള്ള മേഖലയാണല്ലോ കുട്ടനാട്. ഇപ്പോൾ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ ചൂണ്ടിക്കാട്ടിയ പ്യൂരിറ്റേറിയനായ കമ്മ്യൂണിസ്റ്റുകളുള്ള ആ നാട്, അവിടെ നിന്ന് ഇടതുപക്ഷം ഉറപ്പാക്കി കൊടുക്കേണ്ട തുടർ വിജയങ്ങൾ സമ്മാനിക്കേണ്ട ഒരു രാഷ്ട്രീയ പ്രതീകമാണോ തോമസ് ചാണ്ടി? കുട്ടനാട് എന്ന് പറയുന്ന മണ്ഡലം വേണു ആ കാലഘട്ടത്തിലൊക്കെ UDFിൻ്റെ മണ്ഡലമായിരുന്നു. പലവിധ കാരണങ്ങളാൽ കേരള കോൺഗ്രസിന് സ്വാധീനമുള്ള മണ്ഡലമായിരുന്നു. ഒരു UDF മണ്ഡലം എങ്ങനെയാണ് LDF മണ്ഡലത്തിലേക്ക് പരിവർത്തിക്കുക എന്നത് ഒരു രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമാണ്. ആ പ്രക്രിയയുടെ ഭാഗമായാണ് അതിനകത്ത് കേരള കോൺഗ്രസിനകത്തുള്ള വിഭജനം വരിക, അല്ലെങ്കിൽ തോമസ് ചാണ്ടിയെ പോലെയുള്ള നേതാക്കൾ വരിക, അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, വിജയിക്കുക. ഇത് വളരെ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ പ്രയോഗമാണ്. അത്തരമൊരു രാഷ്ട്രീയ പ്രയോഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമേ ഈ ദൃശ്യകാര്യങ്ങൾ സംസാരിക്കാനാകൂ. താങ്കൾ ശ്രീ കുഞ്ഞിക്കണ്ണൻ സൂചിപ്പിച്ചതുമാതിരി വ്യക്തികളുടെ നൈതിക ധാർമ്മിക പ്രശ്നങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തെ നിർണ്ണയിക്കാൻ ശ്രമിക്കുന്നു. അത് അടിസ്ഥാനപരമായും തെറ്റായ സമീപനമാണ്. അതുകൊണ്ട് തോമസ് ചാണ്ടിയുടെ താങ്കൾ പറയുന്ന, ഒരുപക്ഷെ എനിക്ക് യോജിക്കാൻ പോലും കഴിയുന്ന ചില വീഴ്ചകളും പോരായ്മകളും ഒക്കെ ഉണ്ട്. അതുണ്ടെങ്കിൽ തന്നെ ഇപ്പോഴും അത് തീരുമാനിക്കപ്പെട്ടില്ല. മുഖ്യമന്ത്രിയുടെ മനസ്സിലാണ് ആ ഇഷ്യൂ ഇപ്പോഴും നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോൾ, അതുണ്ടായിരിക്കുമ്പോൾ തന്നെ ഒരു പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് പരിമിതിക്കകത്ത് നിന്നുകൊണ്ടേ ഒരു മുഖ്യമന്ത്രിക്ക് ഒരു മുന്നണിയിൽ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ കഴിയും. ശരി, അതാണ് യാഥാർത്ഥ്യം. ശരി, എനിക്ക് അവസാനം അഡ്വക്കേറ്റ് ജയശങ്കറിലേക്ക് പോകണം. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇങ്ങനെ ഇദ്ദേഹം മന്ത്രിയാവുകയാണെങ്കിൽ ഈ എണ്ണമിട്ട് നിരത്തപ്പെട്ടിരിക്കുന്ന പരാതിക്കാരുമേ ഇല്ലാത്ത ഈ നിയമലംഘനങ്ങൾക്കുള്ള നിയമപരമായ പരിരക്ഷയല്ലേ ഓരോ തവണ കൂടുന്ന ആ മന്ത്രിസഭാ യോഗത്തിന്റെയും മുഖമുദ്രയാവുക? അഡ്വക്കേറ്റ് ജയശങ്കർ, ചുരുക്കം വാക്കുകളിൽ. അങ്ങനെ തന്നെ ആയിരിക്കും, അതിൽ ആ ഒരു സംശയമില്ല. അദ്ദേഹത്തിന് ഇത്രയും കാലമൊക്കെ മന്ത്രി കസേര ഇല്ലാതെ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞുവെങ്കിൽ ഇപ്പോൾ മന്ത്രിസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഇതേ കാര്യങ്ങൾ കുറച്ചുകൂടി ശാസ്ത്രീയമായിട്ട് കുറച്ചുകൂടി കലാപരമായിട്ട് ചെയ്യാൻ കഴിയും. ഇതിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മാത്രം കാര്യമില്ല, ഈ രാജ്യത്ത് ഏത് കോടീശ്വരൻ്റെ കാര്യം നടക്കാത്ത. ഇപ്പോൾ രവിപിള്ളയുടെ സ്ഥിതി നോക്കൂ, യൂസഫ് അലിയുടെ കാര്യം നോക്കൂ. VS അച്യുതാനന്ദനെ കണ്ട എഴുന്നേറ്റിരിക്കാത്ത പിണറായി വിജയൻ യൂസഫ് അലിയെ കാണുമ്പോൾ എഴുന്നേറ്റിരിക്കില്ലേ? ഇല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതെല്ലാ പാർട്ടിയിലും ഇതല്ല. ഇപ്പോൾ NCP എന്ന് പറഞ്ഞ പാർട്ടിയുടെ രാഷ്ട്രീയം തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. NCP കോടീശ്വരന്മാരുടെ പാർട്ടിയല്ലേ? നിഷ്കളങ്ക രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് എത്ര കോടി രൂപയാണ് ശരത് പവാർ ഉണ്ടാക്കിയിട്ടുള്ളത്? എത്രയാണ് പ്രഫുൽ പട്ടേൽ ഉണ്ടാക്കിയിട്ടുള്ളത്? കഴിഞ്ഞ 10 കൊല്ലത്തെ UPA ഭരണത്തിനിടയ്ക്ക് തന്നെ ശരത് പവാർ എത്രയോ കോടി രൂപയുടെ തട്ടിപ്പടുത്തിരുന്നത് അറിയോ? മഹാരാഷ്ട്രയിൽ ഇദ്ദേഹത്തിൻ്റെ പാർട്ടി പൊളിഞ്ഞ് പാളീസായി പോയിട്ട് രഹസ്യം എന്താ അറിയാമോ? ഭയങ്കരമായ അഴിമതിയാണ്. ജനങ്ങൾ BJP ജയിപ്പിക്കുകയല്ലേ ചെയ്ത്, ഇവരെ തോപ്പിക്കുക ചെയ്തേ. ഛഗൻ ഭുജ്ബാൽ എന്നൊക്കെ പറഞ്ഞ നേതാക്കന്മാരുണ്ട്. കോടാനും കോടി രൂപയുടെ തട്ടിപ്പ്. എന്നോട് ക്ഷമിക്കണം, എനിക്ക് പൂർണ്ണമായും സമയം കഴിഞ്ഞിട്ടുള്ളതുകൊണ്ട് എനിക്ക് ശ്രീ ആനന്ദക്കുട്ടനിലേക്ക് വരാൻ കഴിയില്ല. പൂർണ്ണമായും സമയം കഴിഞ്ഞതുകൊണ്ട് അവസാനമായി ഈ ചർച്ച ബാക്കി വയ്ക്കുന്ന ചോദ്യം ഇതാണ്. തോമസ് ചാണ്ടിയുടെ യോഗ്യത NCP മുന്നോട്ട് വയ്ക്കുന്നു, മുന്നണി മര്യാദ മുന്നോട്ട് വയ്ക്കുന്നു. തോമസ് ചാണ്ടിയുടെ അയോഗ്യതയാണ് പൊതുസമൂഹം ചർച്ച ചെയ്യുന്നത്. അതിനുള്ള ഉത്തരം ഈ മുന്നണിയുടെ മര്യാദയുടെ പട്ടികയിൽ വെച്ച് പരിശോധിക്കുമ്പോൾ
മേൽക്കൈ നേടുമോ ഇല്ലയോ എന്നതാണ് അറിയാനുള്ളത്. കാത്തിരിക്കാം അതിന്. വളരെയധികം നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.